അങ്ങനെ PR കിട്ടിക്കഴിഞ്ഞാൽ ഉം. അവർക്ക് ഭാവിയിൽ ഈ PR-ൽ നിന്ന് എങ്ങനെ സിറ്റിസൺഷിപ്പിലോട്ട് നമുക്ക് പോകാൻ സാധിക്കും? നിയമപരമായിട്ട് ഓസ്ട്രേലിയയിൽ 4 വർഷം താമസിക്കുകയും അതിലൊരു വർഷക്കാലം പെർമനന്റ് റെസിഡൻഷിപ്പ് PR സ്റ്റാറ്റസോടുകൂടി കഴിയുകയും ചെയ്യുന്ന ആളുകൾക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഉദാഹരണത്തിന് സ്റ്റുഡന്റ് വിസയിൽ 3 വർഷം കഴിയുകയും അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് PR കിട്ടുകയും ആ PR വിസയിൽ ഒരു വർഷം കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 4 വർഷം ലീഗലി ആകും. ഓസ്ട്രേലിയ താമസിച്ചു എന്നുള്ള ഒരു വാലിഡ് വിസയിൽ താമസിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്ക് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയും. അതല്ല മുമ്പ് വരാത്ത ഒരാൾ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ PR-ഉമായിട്ട് കിട്ടിവരികയാണെങ്കിൽ എംപ്ലോയർ സ്പോൺസർഷിപ്പിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ സ്കിൽ സെലക്ട് മൈഗ്രേഷനിലൂടെയോ 189 190 491 ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 191 വിസയിലോട്ട് മാറി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറ്റത്തുള്ളൂ. കാരണം പ്രൊഫഷണൽ വിസയാണ് 491. 191 പെർമനന്റ് വിസയാണ്. ആ പെർമനന്റ് വിസയിൽ കഴിഞ്ഞു. അതല്ല ഒരാൾ ഒരു ഡയറക്റ്റ് PR കിട്ടി വരുന്ന ആളാണെങ്കിൽ അവർ 4 വർഷക്കാലം ഓസ്ട്രേലിയ ഇപ്പോൾ 189 അല്ലെ 186 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ 4 വർഷക്കാലം അല്ലെങ്കിൽ സ്പൗസ് വിസയിലായാലും സെക്കൻഡ് സ്റ്റേജ് സ്പൗസ് വിസ പെർമനന്റ് റെസിഡൻഷിപ്പ് കിട്ടി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയൂ. അപ്പൊ 4 വർഷത്തെ നിയമപരമായിട്ടുള്ള താമസം ഓസ്ട്രേലിയയിൽ ഉണ്ടായിരിക്കണം. അതിലൊരു വർഷം ഏറ്റവും കുറഞ്ഞത് പെർമനന്റ് റെസിഡൻഷിപ്പ് PR സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്.